ചിന്നക്കനാലിൽ നിന്ന് മാറ്റിയ ശേഷം അരിക്കൊമ്പൻ തമിഴ്നാട്ടിൽ എത്തിയെങ്കിലും അരിക്കൊമ്പനെ മറക്കാതെ ഫാൻസ്. അരിക്കൊമ്പന് വേണ്ടി ആരാധകർ പണപ്പിരിവ് നടത്തുകയും ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തത് അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ചിന്നക്കനാലിലേക്കുള്ള അരിക്കൊമ്പന്റെ മടങ്ങിവരവ് വിദൂര സാധ്യതകളായി അവശേഷിക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ അരിക്കൊമ്പന് വേണ്ടി ഒരു ആരാധിക ഒരു പടി കൂടി കടന്ന് ദൈവത്തെ കൂടി കൂട്ടുപിടിച്ചിരിക്കുകയാണ്. ചിന്നക്കനാലിൽ നിന്ന് കന്യാകുമാരി വന്യജീവി സങ്കേതത്തിൽ പ്രവേശിച്ച അരിക്കൊമ്പന്റെ ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥനയിലാണ് കേരളത്തിലെ അരിക്കൊമ്പൻ പ്രേമികൾ. 2 മയക്കുവെടിയേറ്റ് അരിക്കൊമ്പന്റെ ആരോഗ്യസ്ഥിതിയിൽ പലർക്കും സംശയമുണ്ട്. അരിക്കൊമ്പന് വേണ്ടി പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തുകയാണ് ചിലർ. ഇതാദ്യമായാണ് ഗണപതി ഹോമം ഒരു ആനയ്ക്ക് വേണ്ടി നടത്തുന്നത്. പാലക്കാട് വടക്കാഞ്ചേരി ഗണപതി ക്ഷേത്രത്തിലാണ് ഈ വഴിപാട് നേർന്നിരിക്കുന്നത്. എടമല ഹർഷൻ തിരുമേനിയുടെയും ജിതേന്ദ്ര തിരുമേനിയുടെയും ആഭിമുഖ്യത്തിലാണ് ഹോമം നടന്നത്. അരിക്കൊമ്പന്റെ ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടിയാണ് ഗണപതി ക്ഷേത്രത്തിലെ ഈ വഴിപാട്. പന്തളം പുത്തൻകാവ് ക്ഷേത്രത്തിലും അരിക്കൊമ്പന് വേണ്ടി ശത്രുസംഹാര പുഷ്പാഞ്ജലി നടത്തുകയും സോഷ്യൽ മീഡിയയിൽ ഇത് ചർച്ചയാവുകയും ചെയ്തിരുന്നു. പ്രസാദത്തിന്റെയും വഴിപാട് രസീതിന്റെയും ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് വൈറലായിരിക്കുന്നത്. അതേസമയം അരിക്കൊമ്പൻ നിലവിൽ കന്യാകുമാരി വന്യജീവി സങ്കേതത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. കന്യാകുമാരി വനമേഖലയിൽ നിന്നുള്ള സിഗ്നൽ നിരീക്ഷണ സംഘത്തിന് ലഭിച്ചു. അരിക്കൊമ്പന്റെ നിരീക്ഷണം തുടരുകയാണെന്ന് തമിഴ്നാട് വനം വകുപ്പും അറിയിച്ചു.